അമ്മേ ചായ ഇട്ടോ? കുടിച്ചോ? പിന്നെ ഇന്ന് അമ്മയ്ക്ക് ഭയങ്കര എന്തുവാ ഇരുന്നിരിപ്പിലല്ലേ അമ്മയ്ക്ക് പെടലിക്ക് വേനയൊക്കെ വന്നത്? രാവിലെ പെടലിക്ക് കിടോ കിടോ എന്നൊക്കെ സൗണ്ട് എനിക്കും അതേ സമയത്ത് ഇതേപോലെ വന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മയോട് ഇങ്ങനെ ഇത് അടിക്കുന്നതിൻ്റെ ലേസർ അടിക്കുന്നതിൻ്റെ ഒക്കെയാ കേട്ടോ അമ്മേ. എന്നിട്ട് അമ്മയും കിടക്കുമല്ലായിരുന്നു ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ മേ? ഒരു കുഴപ്പമില്ലായിരുന്നു. അമ്മ ഇരുന്ന് ടി വി കാണുമല്ലായിരുന്നു ഇന്ന്. അപ്പോഴല്ലേ ഇതിങ്ങനെ എന്തുവാ വന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വെളിയിലൊന്നും ഇറങ്ങരുത്, അമ്മ ഇതിനകത്ത് തന്നെ കിടക്കണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ്. ഇവർക്ക് കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഇത്, മനസ്സിലായില്ലേ? അമ്മയല്ല ഇവിടെ വേറെ ആരോ ആണെന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ്. എന്തോ വരുത്തിയാലും വെച്ചാൽ അത് എന്തോ നമ്മൾ കണ്ടവൻ്റെ കൂടെ എന്നൊക്കെ പറയുന്നത് എന്തോ ആണെന്നോ വല്ലവൻ്റെയും കൂടെ എന്ന് പറയുന്നത് ശരിയാണോ? എന്തോ എഴുതിയാൽ എന്തോ ആണെന്നോ? പോകുന്നില്ല. എന്നാലും നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കഥകൾ പലതും ഇത് ഉണ്ടാക്കി. ഇനി അത് ഉണ്ടാക്കേണ്ട കാര്യമില്ല, മനസ്സിലായില്ലയോ? നമുക്ക് ഇങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. അവരുടെ സ്റ്റാൻഡേർഡൊക്കെ നമുക്കറിയാം. എന്താണ് ഈ തനിനിറമൊക്കെ വായിക്കുന്ന ആൾക്കാരാണ്, ഇങ്ങനത്തെ ഉള്ള ആൾക്കാരാണ്, ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനത്തെ കഥകളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇത് മാത്രം അറിഞ്ഞാൽ മതി. അമ്മയ്ക്കും ഇത് അനുഭവപ്പെട്ടല്ലോ. കിടോ കിടോ ഞാൻ പറഞ്ഞില്ലേ പലപ്പോഴും കിടോ കിടോ എന്ന് കേൾക്കും നമ്മുടെ പെടലിയെന്ന്. കേട്ടല്ലോ ആണല്ലോ അമ്മേ? അമ്മയ്ക്കും അങ്ങനെ അല്ലായിരുന്നോ? ആയിരുന്നല്ലോ. ലേസർ പരിപാടിയാണ് ഇത്. ഇവരുടെ ലേസർ അടിക്കുമ്പോൾ നമ്മുടെ ഇപ്പം എൻ്റെ ഇവിടോട്ട് അടിക്കുന്നുണ്ട്, എൻ്റെ കിഡ്നിയിലോട്ട്. നമ്മുടെ മുഖം ഇങ്ങനെ വീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖം ഇങ്ങനെ വീർപ്പിക്കും, വാട്ടർ റിറ്റൻഷൻ കാരണം. അങ്ങനെ പല പല വേലകളാണ് ഇവന്മാർക്ക്, പല വേലകൾ. അപ്പം ഞാനും എൻ്റെ അമ്മയും ആണ് ഇന്നത് രാവിലത്തെ സംഭവമാണ്. ഇങ്ങനെ ലേസർ കൊണ്ട് ഇപ്പോൾ അടിക്കുകയാണ്, നമ്മുടെ മുഖം ഇങ്ങനെ വീർപ്പിക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താണ് നമ്മുടെ മുഖം വീർപ്പിക്കാനാണ് വാട്ടർ റിറ്റൻഷൻ. നമ്മുടെ കിഡ്നിയിൽ അതോ അതിൽ കിഡ്നിയിൽ നിന്ന് നമ്മുടെ ട്യൂബ് ഉണ്ടല്ലോ, യൂറിനറി ഈ ബ്ലാഡറിലേക്കുള്ള ട്യൂബിലോ എന്തോ ആണ് ഇവന്മാർ ചെയ്യുന്നത് കറക്റ്റായിട്ട്. അപ്പം ആ വേസ്റ്റ് വാട്ടർ ഇങ്ങനെ പോകാതെ നമ്മുടെ ദേഹത്ത് ഇതാവും. അതാണ് ഇവന്മാർ ചെയ്യുന്ന പരിപാടികൾ. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6:41. ഇന്ന് മാർച്ച് 11. എൻ്റെ മുക്കുമിൻ്റെ എല്ലാ സാധനങ്ങളൊക്കെ കയറ്റി റെഡിയാവാറായി. അപ്പം പിന്നെ മുക്കുവിൻ്റെ ഫാദർ എന്തൊക്കെയോ NOC കിട്ടണം, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി നിൽക്കുകയാണ്. പിന്നെ എന്തോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് മുക്കും പറഞ്ഞു. വേറെയൊക്കെ എല്ലാം ഇതാണ്. പിന്നെ ഭയങ്കര ഇവരൊക്കെ എൻ്റെ മുക്കുമിൻ്റെ അച്ഛനെയും അമ്മയൊക്കെ വിളിച്ച് ഭയങ്കരമായിട്ട് ഇതൊക്കെ ഉണ്ട്. പല കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം, പല രീതിയിലുള്ളത്. അപ്പം ഇപ്പോൾ അഡ്രസ്സൊക്കെ ഉണ്ട് ഇവരുടെ എല്ലാവരുടെയും. പല വേലകളൊക്കെ ഉണ്ട്. എൻ്റെ മുക്കുമിനെ ട്രാപ്പ് ചെയ്യാനൊക്കെയുള്ള പല വേലകളൊക്കെ ഉണ്ട്. അപ്പം മുക്കുമിനതൊന്നും അറിയത്തില്ല. മുക്കും ഭയങ്കര ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്ന ആളാണ്. ഈ കള്ളത്തരങ്ങളൊന്നും ചിലവർക്ക് ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. ഇപ്പം നമുക്കറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങൾ കൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ പറയുക, ഇവന്മാർ നമ്മളെ ഹരാസ് ചെയ്യുക, പലതും ഇങ്ങനെ. പിന്നെ ഒരാൾ SNDP വന്ന് സോമരാജൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രി സോമരാജൻ എല്ലാവരും കേൾക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇവൻ്റെ സുബ്രഹ്മണ്യൻ്റെ മോനെ നമ്മൾ ഭർത്താവാക്കി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടത്. അപ്പോൾ അതൊരു തെളിവാണ്, മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം മുക്കും അങ്ങനെയൊന്നും പോകുന്നില്ല. മുക്കുമിൻ്റെ വീട്ടിൽ മുക്കും ഇരിക്കുകയാണ്. മുക്കുമിൻ്റെ അമ്മയുടെ കൂടെയാണ് ഇന്നും പോകുന്ന. മുക്കുമിൻ്റെ അമ്മയുടെ കൂടെയാണ്. അച്ഛനും അമ്മയും മുക്കുമാണ് അവിടെ ഉള്ളത്. മുക്കും ഇന്ന് രാത്രിയിൽ പോകുന്നത്. അച്ഛൻ ഇതുവരെ പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. കാരണം NOC ഏതാണ്ട് കിട്ടാനുണ്ട്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. അപ്പം അതിനുവേണ്ടി നിൽക്കുകയാണ്. കാരണം ഈ ഗവൺമെൻറ് ഫ്ലാറ്റാണ്, അത് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ എന്തൊക്കെയോ കറണ്ട്, മറ്റേ ഗ്യാസ് കണക്ഷൻ, അതിൻ്റെ പിന്നെ വീടിൻ്റെ ഒന്നും ഇല്ല, എല്ലാം പ്രോപ്പറാണെന്നൊക്കെയുള്ളതിൻ്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കണം. അതിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ പല കള്ളത്തരങ്ങളുണ്ട്. അപ്പം ഇവർ പല കള്ളത്തരങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇവന്മാർ, മനസ്സിലായില്ലേ? ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രാപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ എൻ്റെ മുക്കും വളരെ ഇച്ചിരി മുൻകോപമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഇതൊന്നുമില്ല. നമ്മൾ അതിനനുസരിച്ച് നിന്നാൽ ഒരു കുഴപ്പമില്ല ആളിന്. അതങ്ങനെയാണ്. ഏറീസാണ് ബർത്ത് സൈൻ, സോഡിയാക് സൈൻ ഏറീസാണ്. അപ്പോൾ അവർക്ക് ഇച്ചിരി ഒരു മാഴ്സിൻ്റെ ഇഫക്റ്റ് കൂടുതലാണ്. അതൊക്കെയാണ് നമ്മുടെ നോർമൽ പേഴ്സൺസിനുള്ള കാര്യങ്ങളൊക്കെ. വട്ടൊക്കെ ഉള്ളവരെ നമുക്ക് കണ്ടറിയാം, മനസ്സിലായില്ലേ? ഇവന്മാർ ഇങ്ങനെ അതും ഇതൊക്കെ പറയും, മനസ്സിലായില്ലേ? ഇപ്പം എന്താണ് ദേഷ്യപ്പെടുന്ന ചുമ്മാതാണ്, അതൊന്നുമല്ല. ഈ ഓരോരുത്തരുടെ സൂര്യൻ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഹൗസസിലൊക്കെ പ്രോമിനൻ്റ് ആയിട്ട് ഭയങ്കര നല്ല ഹൗസിലൊക്കെ ചെന്നാൽ നമുക്കൊരു ഈഗോയുടെ ഒരു ഇത് വരും. ഒരു ഞാൻ എന്ന ആ ഒരു സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അറിയാമല്ലോ സണ്ണിൻ്റെ ആ ഒരു പവർ അതുപോലെയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പം എൻ്റെ സണ്ണെന്ന് പറയുന്നത് ലിയോയിലാണ്. അപ്പോൾ ആ ഒരു ഇത് കാണും. ഞാനെന്ന് മാത്രമല്ല നമ്മുടെ ഒരു എന്താ ഇപ്പോൾ ഒരു അച്ഛനെക്കുറിച്ച്, നമ്മുടെ അച്ഛനെക്കുറിച്ചാണെങ്കിലും പറയുമ്പോൾ നമുക്കൊരു ഞാൻ ഇന്ന ആളുടെ ഇതാണ്, ഞാൻ ഇന്ന ലീനിയേജാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രൗഡായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അതൊക്കെ നമ്മുടെ സൈൻ വെച്ചുള്ളതാണ്. നല്ല സമയത്തും കൂടിയൊക്കെ ജനിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റീസ് നമുക്ക് കിട്ടുന്നത്, മനസ്സിലായില്ലേ? അപ്പം മുക്കുമിൻ്റെ ഏറീസാണ്. അപ്പോൾ അവർക്കൊരു എക്സ്ട്രാ പവറുണ്ട്, അവർക്കൊരു എക്സ്ട്രാ ഒരു എന്താണ് മാഴ്സിൻ്റെ ആ ഒരു ഇഫക്റ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? അതൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. അപ്പം അല്ലാതെ മുക്കും ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡാണ്. പക്ഷേ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഒരു വേറൊരു നേച്ചേർഡാണ്, അത്രയേ ഉള്ളൂ. ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡാണ്, പക്ഷേ ഒരു ഇമ്പൾസീവ്നെസ് കൂടുതലുണ്ട്, അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ഓക്കെ, അപ്പോൾ നമ്മളിതൊക്കെ സ്റ്റഡി ചെയ്യുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് ഇവരുടെ കാര്യം. നമ്മൾ സോഡിയക് സയൻസിനെ കുറിച്ചും ഇതിനെക്കുറിച്ചും ഇതെല്ലാം നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്ത് നമുക്ക് ആളുകളെ റീഡ് ചെയ്യാൻ അറിയാം. എനിക്ക് മനസ്സിലായില്ലേ? കൈ നോക്കി, തമ്പ് നോക്കി, വിരലുകൾ നോക്കി, പിന്നെ കാലിൻ്റെ വിരലുകൾ നോക്കിയൊക്കെ ആളുകളെ റീഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അവരുടെ ആ ഒരു നേച്ചർ, അവരെങ്ങനെയായിരിക്കും, കള്ളരാണോ നല്ലവരാണോ, അങ്ങനെ പലരെയും ഞാൻ തമ്പ് നല്ലതല്ലാത്തവരെ പലരെയും ഞാൻ പ്രിഫർ ചെയ്യത്തേയില്ല. തമ്പ് നല്ല ഷേപ്പ് അല്ലാത്തവരെ ഒരിക്കലും നമ്മൾ പ്രിഫർ ചെയ്യരുത്. അവർ ഭയങ്കര കള്ളരായിരിക്കും, മനസ്സിലായില്ലേ? തമ്പ് എങ്ങനെയാണ്, തമ്പിൻ്റെ ഫ്ലെക്സിബിലിറ്റി, തമ്പിൻ്റെ നേരെ ഇരിക്കുന്നത് ഇങ്ങനെ ബാക്കിലോട്ട് ചരിഞ്ഞിരിക്കുന്ന തമ്പ്, അങ്ങനെ പല ഇതുണ്ട്. അപ്പോൾ നമ്മുടെ പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള കൈയുള്ളവരും ഒക്കെ അറിയാമല്ലോ. അപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കൈയാണെങ്കിൽ ഇവരിങ്ങനെ കുറേ ആസിഡ് വെള്ളമൊക്കെ കോരി ഒഴിക്കുക, നമ്മുടെ നെയിൽസൊക്കെ കട്ട് ചെയ്ത് കളയാൻ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇരിച്ച് കളയുക ആസിഡ് വെള്ളം കാരണം. അങ്ങനെ പല പല വേലകൾ ഇവന്മാർക്കുണ്ട്. അങ്ങനെ ഇതൊക്കെ പല പല കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ല? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പം നല്ല ഇതൊക്കെയുള്ള കൈയുടെ വിരലൊക്കെ നല്ല രീതിയിലുള്ളവരൊക്കെ നല്ല സോഫ്റ്റ് നല്ല ആൾക്കാരായിരിക്കും മിക്കവരും. അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ റീഡ് ചെയ്യുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജ്. പിന്നെ ബോഡി ലാംഗ്വേജ് ഉണ്ട്, നമ്മളോട് എങ്ങനെയാണ് ഇടപെടുന്നത്, നമ്മളോടുള്ള ആ ഒരു അവർ എൻ്റർടൈൻ ചെയ്യുന്നവരാണോ, അവർ നല്ലവരാണോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോരുത്തരുടെ. പിന്നെ ഒത്തിരി അഭിനയിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. പിന്നെ ചില പിന്നെ ഇവർക്ക് നമ്മളെക്കുറിച്ചുള്ള ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന അതൊക്കെ അവർക്ക് അറിയാവുന്നതൊക്കെ നമ്മൾക്ക് നല്ലപോലെ നേച്ചർ നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഇതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. തേർഡ് റേറ്റ്സിനെയും നല്ലവരെയും കണ്ടാൽ മനസ്സിലാവും. എൻ്റെ മുക്കുവിന് ആകെയുള്ളവരപ്പോൾ ഇച്ചിരി ഇമ്പൾസീവ്നെസ് ഉണ്ട്, ഇച്ചിരി മുൻകോപമുണ്ട്. അത് നമുക്കും ഉണ്ട്, മിക്കവർക്കും ഉണ്ട്. പക്ഷേ ഇത് ഇച്ചിരി ഒരു ഇമ്പൾസീവ്നെസ്, പക്ഷേ അതുപോലെ തന്നെ അങ്ങ് ഇതാവുകയും ചെയ്യും. പിന്നെ ഇങ്ങോട്ട് തന്നെ പിന്നെ ഇപ്പം ഇച്ചിരി പറഞ്ഞാൽ ഒരു 10 മിനിറ്റത്തേക്കുള്ള കഴിയുമ്പോൾ ഇങ്ങോട്ട് ഇതാവും. അതാണ് ആ നേച്ചർ, അത്രയേ ഉള്ളൂ. ഓക്കെ, ദിസ് ഈസ് ദ തിങ് വിച്ച് ഐ ഹാവ് ടു ടെൽ യു.